Now we shall discuss about accelerated motion. ബോഡിൻ്റെ വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം സ്പീഡ് 0 ആണ്, ആക്സിലറേറ്ററിൽ അമർത്തി കൊടുക്കുമ്പോൾ നമുക്കറിയാം സ്പീഡ് കൂടി വരുന്നു. അപ്പോൾ നമുക്ക് പറയാം ദ വെലോസിറ്റി ഓഫ് ദി കാർ ഈസ് ഗോയിങ് ഓൺ ഇൻക്രീസിങ്, സോ ദ കാർ ഈസ് ആക്സിലറേറ്റിംഗ്. ഇനി നമ്മൾ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ നിന്ന് വെലോസിറ്റി കുറഞ്ഞ് അത് അവസാനം റെസ്റ്റിലേക്ക് വരുന്നു. So the velocity of the body is decreasing and we can say the body is decelerating or retarding. അപ്പോൾ ആക്സിലറേഷൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ആക്സിലറേഷൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡീസിലറേഷൻ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ. വെലോസിറ്റി ഇൻക്രീസ് ചെയ്താൽ ആക്സിലറേഷൻ, ഡിക്രീസ് ചെയ്താൽ റിട്ടാർഡേഷൻ. What is the formula for acceleration? Acceleration എന്ന് പറഞ്ഞാൽ it is a change in velocity in unit time. It is the rate എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ divided by time ചെയ്യണം. It is the rate of change of velocity or it is a change in velocity in unit time. അപ്പോൾ വെലോസിറ്റിയിലെ ചേഞ്ച് ടൈം t1 എന്നുള്ള ഒരു സമയത്ത് ബോഡിൻ്റെ വെലോസിറ്റി v1 ആയിരുന്നു. ഇനി കുറച്ച് സമയം കഴിഞ്ഞു, ലേറ്റർ ടൈം t2ൽ suppose the velocity of the body is v2. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി പറയുമ്പോൾ v2 മൈനസ് v1, ആ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല് t2 മൈനസ് t1. സോ ആക്സിലറേഷൻ്റെ ഫോർമുല നമ്മൾ ആദ്യം വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ആവറേജ് ആക്സിലറേഷൻ. നേരത്തെ വെലോസിറ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ആവറേജ് ആക്സിലറേഷൻ ആദ്യം നോക്കാം. Average acceleration is equal to change in velocity divided by the time interval. So it is delta v by delta t. വെറുതെ ആക്സിലറേഷൻ മാത്രം എഴുതുകയാണെങ്കിൽ we can write just v by t is the formula. What is the SI unit of acceleration? വെലോസിറ്റിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന് വീണ്ടും ബൈ സെക്കൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. Now what is the dimensional formula of acceleration? വെലോസിറ്റിൻ്റെ lt raised to -1 by ക്യാപിറ്റൽ T എന്ന് വരും അല്ലേ. ആ ക്യാപിറ്റൽ T മുകളിലേക്ക് എടുക്കുമ്പോൾ പിന്നെ ഒരു t raised to -1 ആയി. അപ്പോൾ lt raised to 2 -1 പിന്നെ ഒരു -1 ഉണ്ട്, അപ്പോൾ എന്തായി lt raised to -2. അതാണ് ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ്. Now what is instantaneous acceleration? It is the acceleration of the body at a particular instant. ഒരു ഇൻസ്റ്റൻറ്റിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ വെലോസിറ്റി എത്ര മാറി, ഒരു സെക്കൻഡിൽ എത്ര വെലോസിറ്റി ചേഞ്ച് വന്നു, അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈം ഇൻ്റർവെൽ എന്നുള്ളത് നമ്മളിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് സ്പീഡിൽ എത്ര മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ അത് ആവറേജ് ആക്സിലറേഷനായി. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം 9:45 ആ സമയത്ത് വാട്ട് വാസ് ദ ആക്സിലറേഷൻ ഓഫ് ദി കാർ എന്ന് ചോദിച്ചാൽ ദാറ്റ് ബിക്കംസ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനിൽ ഇറ്റ് ഈസ് എ ലിമിറ്റ് ഓഫ് ആവറേജ് ആക്സിലറേഷൻ വെൻ ദ ടൈം ഇൻ്റർവെൽ ടെൻസ് ടു 0. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ ടി ഈസ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ടൈം ഇൻ്റർവെല്ല് 5 മിനിറ്റ് എന്നുള്ള ആ ഇൻ്റർവെല്ല് എന്തിലേക്ക് മാറുന്നു, ഒരു ഇൻസ്റ്റൻറ്റ്, ഒരു നിമിഷത്തിലുള്ള, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ഡെൽറ്റ ടി 0 ആവുന്നില്ല, അത് ഇൻസ്റ്റൻറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു, ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഇനി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതിയാൽ അതിന് നമ്മൾക്ക് വേറൊരു മെത്തേഡ് ഉണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ, ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി, ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു ടി ഓർ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ whenever time changes, what is the change in velocity? അതാണ് ഈ ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ +2 മാത്സിൽ ഇതിനെപ്പറ്റി ഡെറിവേറ്റീവ്സ് എന്നുള്ള ടോപ്പിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ you have to just understand that what is a change in velocity when there is a small change in time. ആ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് കോൾഡ് ആക്സിലറേഷൻ. അപ്പോൾ
ഡി വി ബൈ ഡി ടി ആണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഇനി ഇതിനെ നമുക്ക് വേറൊരു വിധത്തിലും കൂടി എഴുതാം. ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റിക്ക് പകരം നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി ടി അല്ലേ. ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ബൈ ഡി ടി. വെലോസിറ്റി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ആണെന്ന് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിൻ്റെ അവിടെ നമ്മൾ നേരത്തെ ഫോർമുല എഴുതിയതാണ്. ഇനി ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വേ ആണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ എഴുതിയതല്ല അത്. ഇതിനെ ഈ വെലോസിറ്റിൻ്റെ ടൈം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ. ഇവിടെ വെറുതെ ഡി വി ബൈ ഡി ടി പറഞ്ഞാൽ അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഇവിടെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്നാണ് അതിൻ്റെ സിമ്പിൾ. അതെങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇവിടെ സ്ക്വയർ ഇട്ടു, അതൊന്നും നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട. ജസ്റ്റ് you have to just remember that d by dt of dx by dt equal to d square x by dt square. അതായത് it is a second derivative of position with respect to time ആണ് ആക്സിലറേഷൻ. അപ്പോൾ ഇത് തൽക്കാലം ഞാൻ തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നീട് നിങ്ങൾ +2ലാണ് ഇതിൻ്റെ ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നൊട്ടേഷൻ വന്നതും ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി ആണ്. ഓർ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെലോസിറ്റി ചേഞ്ച് ബൈ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. ഇനി നമുക്ക് വി ക്യാൻ ഡ്രോ ദ ഡിഫറെൻറ്റ് ഗ്രാഫ്സ് റിലേറ്റിംഗ് ടു ദ ഡിഫറെൻറ്റ് ആക്സിലറേഷൻസ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. ആദ്യം first we shall draw the vt graphs. Suppose the acceleration of the body is 0. Acceleration 0 പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ സ്പീഡ് കൂടുന്നില്ല, അത് ഒരേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ. ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാൽ the body is traveling with a constant speed. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ടൈം മാറിയാലും വെലോസിറ്റി മാറുന്നില്ല. ഇതാണ് ആക്സിലറേഷൻ 0. ഇനി സപ്പോസ് ദ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെലോസിറ്റി ടൈമിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇതാണ് വെലോസിറ്റി, പിന്നെ ഒരു ടൈമിൽ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ്. അപ്പോൾ യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷനാണ് നമ്മളിവിടെ, ഒരേ തോതിലാണ് കൂടുന്നത്. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ. So the uniform positive acceleration ഗ്രാഫ് ഇങ്ങനെ വരും, a straight line with a positive slope. ഇനി if the acceleration is negative, acceleration negative എന്ന് പറഞ്ഞാൽ അതെന്തായി? വെലോസിറ്റി കുറഞ്ഞു വരികയാണ്, ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ. അപ്പോൾ ഒരു ടൈമിൽ ഇതായിരുന്നു, ആദ്യം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി കുറച്ച് സമയം കഴിയുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു 0ലേക്ക് വരുന്നു. സോ ദിസ് ഇസ് യൂണിഫോം ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്. ഇവിടെ നമ്മൾ യൂണിഫോം മോഷൻ മാത്രമേ സ്റ്റഡി ചെയ്യുള്ളൂ ഈ ചാപ്റ്ററിൽ. യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് യൂണിഫോം റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ. അപ്പോൾ വെലോസിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് ടൈം. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. ആക്സിലറേഷൻ 0 ആകുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആക്സിലറേഷൻ പോസിറ്റീവ് പറഞ്ഞാൽ ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടി വരുന്നു. യൂണിഫോം ആയതുകൊണ്ട് ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ ടൈം പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു വരുന്നു. സോ ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് ഈ 3 കേസസിൻ്റെ തന്നെ എന്ത് വരയ്ക്കാം? പൊസിഷൻ ടൈം ഗ്രാഫും വരയ്ക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കണം. പൊസിഷൻ ടൈം ഗ്രാഫ്, ടൈം ആൻഡ് പൊസിഷൻ. ആദ്യത്തെ കേസ് ആക്സിലറേഷൻ ഈസ് 0. ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാൽ ദ ബോഡി ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലേ. വെലോസിറ്റിയിൽ മാറ്റമില്ല, കോൺസ്റ്റന്റ് വെലോസിറ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ചു. യൂണിഫോം വെലോസിറ്റി പറയുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക, പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവെൽ വന്ന് നമ്മൾ നേരത്തെ വരച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കാം, ആക്സിലറേഷൻ 0. അപ്പോൾ മനസ്സിലാക്കുക വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്, പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് വരിക.
ഇനി ആക്സിലറേഷൻ പോസിറ്റീവ് ആയാൽ പോസിറ്റീവ് ആക്സിലറേഷൻ്റെ ഗ്രാഫ് വരുന്നത് the shape of the graph is like this. Acceleration positive, uniform positive acceleration. ഇവിടെ ഈ പാരബോളിക് ഷേപ്പ് വരാനുള്ള കാരണം നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ സെക്കൻഡ് ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഹാഫ് എ ടി സ്ക്വയർ എന്ന് വരുന്നുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനിൽ. ആ സ്ക്വയർ ടേം കാരണമാണ് ഗ്രാഫിൻ്റെ ഷേപ്പ് പൊസിഷനും ടൈമും കൂടി വരയ്ക്കുമ്പോൾ ഈ പാരബോളിക് ഷേപ്പ് വരുന്നത്. ദാറ്റ് ഈസ് പോസിറ്റീവ് ആക്സിലറേഷൻ, യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. ഇനി അടുത്തത് നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് നെഗറ്റീവ് ആക്സിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. അപ്പോൾ ഈ ഗ്രാഫുകൾ പഠിച്ചു വയ്ക്കുക. ഇത് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. പൊസിഷൻ ടൈം ഗ്രാഫിലാണ് നമുക്ക് ഇങ്ങനെ പാരബോളിക് ഷേപ്പ് വരുന്നത്, പോസിറ്റീവ് ആക്സിലറേഷനും നെഗറ്റീവ് ആക്സിലറേഷനും. ഇനി നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ട് അതിൽ വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇൻ ദ കേസ് ഓഫ് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷനിൽ വെലോസിറ്റിയും ടൈമും കൂടെ നമ്മൾ ഗ്രാഫ് വരച്ചു. ആക്സിലറേഷൻ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷനിൽ വി ആർ ഡ്രോയിങ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇനി ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ എ ബി ടാൻ തീറ്റ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ബി സി ബൈ എ ബി ആണ് സ്ലോപ്പ്. ബി സി പറയുന്നത് ഇവിടെ വെലോസിറ്റിയിലെ ചേഞ്ച് ആണ് അല്ലെ. ഇങ്ങനെ ഇവിടെ രണ്ട് വാല്യൂസ് കൊടുത്താൽ V2 V1 എന്ന് കൊടുത്താൽ V2 മൈനസ് V1 ആണ് ഇവിടെ ബി സി എന്ന് പറയുന്ന ഇത് വരിക. ഇനി എ ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്നുള്ളത് ടൈം T2, എ എന്ന് പറയുന്ന ടൈം T1. സോ ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടൈം. അതായത് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ് the slope. What is change in velocity by change in time? That is acceleration. So slope of velocity time graph gives the acceleration of the body. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, y ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പിൻ്റെ വാല്യൂ കിട്ടും. ഇനി ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്നാണ് പറഞ്ഞത്? രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. Velocity into time ചെയ്താൽ we will get displacement. That we shall see in the next class.